guys, welcome to the Great Wall of China. കണ്ട ഒരു മണിക്കൂർ നിന്നാൽ മുകളിലെത്തും, തിരിച്ച് താഴെ വരാൻ ഒരു മണിക്കൂർ. ഇങ്ങനെയാണ് മൊത്തം 21,000 കിലോമീറ്റേഴ്സ്. നിങ്ങൾക്ക് എന്താ വട്ടാണ് രണ്ടുപേർക്കും? സമ്മതിക്കണം കേട്ടോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ബീജിംഗിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം, വെൽക്കം ടു ബീജിംഗ് ഗായ്സ്, വെൽക്കം ടു ബീജിംഗ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എല്ലാവർക്കും ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ആ ആഗ്രഹം ഇന്ന് എല്ലാവരുടെയും സാധിക്കാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് ഗ്രേറ്റ് വാളിൽ പച്ചപ്പ് കുറവാന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഫുൾ പച്ച ഡ്രസ്സിൽ വന്നിരിക്കുന്നു. ഒരു ഹാപ്പി സ്റ്റോറിന്ന് സ്പെഷ്യൽ ആയിട്ട് ഗ്രേറ്റ് വാളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു അല്ലേ? പച്ചയും കഴുത്തിലൊരു പിങ്കും. ഫാഷൻ ആണോ പ്രിയത്? ആക്കിയതാ. മമ്മീനെ നോക്ക്, ഫുൾ വൈറ്റില്. ഇതാണ് ഫാഷൻ അല്ലേ? പോൾക്ക ഡോട്ട്സ്. അങ്ങനെ ആയിക്കോട്ടെ, എല്ലാരും ഇപ്പൊ അവരവരുടെ ബ്രാൻഡ് ഇടുകയുള്ളൂ. പിന്നെ ഇതില് ഡാഡി ഇന്ന് ഗ്രേറ്റ് വാളിൽ ഇടാനായിട്ട് ഭയങ്കര തളക്കോള ഷർട്ടാണോ? ബ്ലാക്ക് ആയി പോയി അല്ലേ? ചൈനയുടെ ബ്രാൻഡാണോ ഇട്ടിരിക്കുന്നത്? ഓക്കെ. ആഗ്രഹം ഉണ്ടോ ഡാഡി ഗ്രേറ്റ് വാള് കാണാൻ? കാണാനല്ല ആഗ്രഹം, കേറാൻ. നടന്ന് കേറുവോ? പിന്നെ ഞാൻ കേറും. ഗൈസ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്രേറ്റ് വാൾ ഒക്കെ കാണാവേ. ഗ്രേറ്റ് വാളിന്റെ സൈസ് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാവോ? എത്ര വർഷം എടുത്തെന്ന് അറിയാവോ? അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. പക്ഷേ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. നമ്മൾ പോകുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ബദാലിങ്ങും മെറ്റന്യാവോ, അങ്ങനെ 2 ആസ് യൂഷ്വൽ ചൈനീസ് പേരൊന്നും കിട്ടില്ല. അപ്പം ഞങ്ങൾ പോകുന്ന ബദാലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരണം അങ്ങോട്ടാണെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഫസ്റ്റ്ലി. സെക്കൻഡ്ലി ഇത് രണ്ടും എൽഡർലി ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി ആണ് കമ്പാരിറ്റീവ്ലി ടു അതർ പ്ലേസ്. ആൻഡ് ഇത് ഏറ്റവും പോപ്പുലറുമാണ്. സോ ഞങ്ങളൊരു വീക്ക് ഡേ ആണ് പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഉന്തും തള്ളും ഒരുപാടില്ലാതെ നമുക്ക് ഗ്രേറ്റ് വാൾ കാണാം. ഈ ചൈനക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ് വാളിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് തന്നെയാണ് വീണ്ടും 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 ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം അങ്ങനെയാന്ന് തോന്നുന്നു. പോയ സ്ഥലങ്ങളിൽ വീണ്ടും 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 പോയി ചൈനീസ് കുറേ ഫോട്ടോസും സെൽഫി സ്റ്റിക്കും ടിക്ടോക്കും എല്ലാം ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കാണാം. ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങ് മേളില് കണ്ട ദൂരെ കാണാം, ആൾക്കാർ കേറുന്നതും കാണാം. അത് കണ്ടപ്പോ മമ്മിക്കും അതുപോലെ സ്റ്റെപ്സ് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ കുറച്ചേ കേറുള്ളൂ, ഞാൻ എന്റെ ഹെൽത്ത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഡാഡി കേറില്ല ഡാഡി, ഒരു 1000 സ്റ്റെപ്പ്. ആ അതെ കണ്ട, ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഗ്രേറ്റ് വാള്. വീക്ക് ഡേ വന്നിട്ട് തന്നെ ക്രൗഡും തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ ആദ്യമേ അപ്പോൾ ഇവർ കൊണ്ടുവിടുന്ന പാർക്കിംഗ് സ്പോട്ടിലാണ്. സോ അതൊരു മിസ്റ്റേക്കാണ്. ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്. അവരോട് പറയണം കേബിൾ കാർ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ. കാരണം പാർക്കിങ്ങിൽ നിന്ന് കേബിൾ കാറിൽ പോകാൻ ഒരു ഷട്ടിൽ ബസ് ഉണ്ട്, ഫ്രീ ആണ്, പക്ഷെ അതും തിരക്കായിരിക്കും. സോ ഞങ്ങളിപ്പോൾ ഷട്ടിൽ ബസ് സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഷട്ടിൽ ബസ് എടുത്ത് നേരെ കേബിൾ കാറിലേക്ക് പോകും. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ, ചൈന ഡസൻ നീഡ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിന്. വീക്ക് ഡേ ആണെന്ന്, അതും മൺഡേ. There is absolutely no holiday, no school holiday, nothing. തിരക്ക് കാണിക്കുക. കേബിൾ കാറിനേക്കുള്ള തിരക്കാണിത്. കേബിൾ കാറിലേക്ക് പോകാനുള്ള തിരക്ക്. ദിസ് ഇസ് ചൈന. അവർക്ക് വേറെ ആരെയും വേണ്ട അവരുടെ രാജ്യം വളർത്താനായിട്ട്. അവർ മാത്രം മതി. Just look at this. കണ്ട 1 മണിക്കൂർ നിന്നാൽ മുകളിലെത്തും, തിരിച്ച് താഴെ വരാൻ 1 മണിക്കൂർ. അതാണ് ചൈന. ഏകദേശം ഒരു 52 മിനിറ്റ്സായി ഞങ്ങൾ ഈ ക്യൂ നിൽക്കുന്നു. ഇനി എനിക്കൊന്ന് ഒരു 15 മിനിറ്റ്സിൽ നമ്മൾ കേബിൾ കാറിലേക്ക് എത്തും. ഇനി അവിടെ നിന്ന് എന്താണെന്ന് അറിയില്ല, ഇനി കേബിൾ കാർ കഴിഞ്ഞിട്ട് എന്താന്ന്. എന്തായാലും ഈ ക്യൂ നിൽക്കുമ്പോൾ 3 കാര്യം ചോദിക്കാം. ഏകദേശം എത്ര വർഷം പഴക്കം കാണും ഗ്രേറ്റ് വാളിന്? എത്ര കാണും? എത്ര കാണും? ഗ്രേറ്റ് വാളിന് എത്ര പഴക്കം കാണും? 3000 years ഉണ്ട്. പിന്നെ 2000 വർഷം അടുത്താണല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കറക്റ്റ്.
പിന്നെ എത്ര കിലോമീറ്റർ കാണും ഗ്രേറ്റ് വാള്? അളന്നിട്ടുണ്ട്. 500 അല്ല, എത്ര കാണും? എത്ര കിലോമീറ്റർ കാണും? 21,000 കിലോമീറ്റേഴ്സ്. 21,000 കിലോമീറ്റേഴ്സ്. 160 എന്തോന്ന്? 21,000 കിലോമീറ്റേഴ്സ് ആണ് ഗ്രേറ്റ് വാൾ. ഓക്കെ, എത്ര വർഷം എടുത്ത് പണിയാൻ? 25 വർഷം. എത്ര വർഷം എടുത്തു പണിയാൻ? 10 വർഷം. ഗ്രേറ്റ് വാൾ പണിയാൻ 2,300 years. 2,300 years. യാ. ആ ക്യൂ ഇവിടെ ഒന്നും കഴിഞ്ഞില്ല കേട്ടാ. ഞങ്ങൾ ആ കയറുമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് പിന്നെയും ഒരു ഹാഫ് ആൻ അവർ, സോ ഏകദേശം ഇപ്പോൾ ഒരു 1 hour 15 minutes ആയി. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ബദാലിംഗ് എന്ന് പറയുന്ന സ്ഥലം 2 സ്ഥലമാണ്. ബദാലിംഗും പിന്നെ എം വെച്ച് തുടങ്ങുന്നത് മെറ്റനിയോ, അങ്ങനെ ഏതൊരു 2 സ്ഥലമാണ് പോപ്പുലർ. ഇവിടെ വരാനുള്ള മെയിൻ കാരണം നമുക്ക് ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ട്. നേരെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് ട്രെയിനിൽ വരാം. സോ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ആക്സസ് ഈസിയാണ്. പക്ഷേ ഞങ്ങൾ എന്തായാലും ടാക്സിയിലാണ് വന്നത്. സോ മറ്റേ അടുത്ത് പോയെങ്കിൽ എനിക്കൊന്നും ഇത്രയും ക്രൗഡ് കാണില്ലായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ ടാക്സിയിലല്ല, ടാക്സി റേറ്റും സെയിം ആണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ക്രൗഡ് ഇവിടെ ആയിരിക്കും. ഐ ഡോണ്ട് നോ, വീക്ക് ഡേ ഇങ്ങനെയാണെങ്കിൽ വീക്കെൻഡ്സ് പബ്ലിക് ഹോളിഡേ എത്ര മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും? മിനിമം ഒരു 4 hours 3 hours, എക്സാജറേഷൻ അല്ല, 3 to 4 hours നിൽക്കേണ്ടി വരും. പിന്നെ ബാഗ് മൊത്തം ഫുഡും വെള്ളമായിട്ട് വരിക. കാരണം ഈ 4 മണിക്കൂറും മുകളിലൊക്കെ ഫുഡും വെള്ളമൊക്കെ കിട്ടാനുണ്ടെങ്കിലും എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഒറിയോസും ചോക്കോപ്പയ്യും ഇതുപോലെ കോണൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യുക. ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു 2 മണിക്കൂർ ക്യൂവിന് ശേഷം നമ്മൾ തുടങ്ങി നമ്മുടെ ഗ്രേറ്റ് വാളിലേക്കുള്ള യാത്ര. ഓ ഡാഡി, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ വരുവാണ്. ഓ ആൾക്കാർ ഹൈക്ക് ചെയ്ത് വരുന്ന നോക്ക് ഗ്രേറ്റ് വാള്. നമ്മൾ നേരെ അതിന്റെ അടുത്തേക്ക് തന്നെ പോവും. അവരൊക്കെ നടന്നു കയറുന്നവരാ. വലിയ കാര്യമൊന്നുമല്ല, കുറച്ചല്ലേ ഉള്ളൂ. എത്തി, ഇറങ്ങിക്കോട്ടാ, നിർത്തില്ല കേട്ടാ. പ്രിയ, യു ആർ വാക്കിംഗ് ത്രൂ ദ ഗ്രേറ്റ് വാൾ. ഇത് ഗ്രേറ്റ് വാൾ ആണ്. ഡാഡി, ഗ്രേറ്റ് വാളിൽ കൂടെ ഇപ്പൊ നടക്കുന്നേ. ഇത് ഗ്രേറ്റ് വാൾ ആണ്. നടന്നോ? ഗൈസ്, ലുക്ക് അറ്റ് ദ ഗ്രേറ്റ് വാൾ. നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അവരിത് പണിതിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഓബ്വിയസ്ലി ഡിഫൻസ് ആണ്. പിന്നെ എ ഷോ ഓഫ് പവർ ആൻഡ് മൈറ്റ്. അതല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ, കാർഗോ ട്രാൻസ്ഫർ എല്ലാത്തിനും കൂടെ ചെയ്തതാണ്. ആ ഒരു 2000 years തൊട്ട് തുടങ്ങിയവരുടെ ഒരു വിഷൻ. റൈറ്റ് നൗ ദേ ബിക്കേം ദ, ഞാൻ ഇപ്പോൾ വായിച്ചാണ്, ദേ ബിക്കേം ദ നമ്പർ 1 country in the world എന്ന്. നോക്കിക്കേ, അന്ന് തൊട്ടേ അവരുടെ വിഷനാണ്. ബിക്കോസ് ഓഫ് ദ എക്സ്ട്രീം ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. വൺ ഓഫ് ദ റീസൺ, കുറേ റീസൺസ് ഉണ്ട്. വൺ ഓഫ് ദ റീസൺ ഇസ് ദ ഹാർഡ് വർക്കിംഗ് നേച്ചർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കേട്ട് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഓ, വാട്ട് ആൻ എപ്പിക് ഫീലിംഗ്. ഇത് നോക്കിക്കേ, ഇതാണ് അവർ കയറുന്നത്. എന്തൊരു ഹൈക്കാന്ന് നോക്കിയത്. ഇത് എളുപ്പമല്ല കേട്ടാ, ചെറിയൊരു സെക്ഷൻ തന്നെ. ഇറ്റ്സ് സോ ഹാർഡ്. ഇങ്ങനെയാണ് മൊത്തം 21,000 കിലോമീറ്റേഴ്സ്. ആൻഡ് ദിസ് ഇസ് ദ ഈസിയസ്റ്റ് സെക്ഷൻ ഓഫ് ഗ്രേറ്റ് വാൾ. ആലോചിച്ച് നോക്ക്, ഈസിയസ്റ്റ് സെക്ഷൻ. പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കണമെങ്കിലേ ഗ്രേറ്റ് വാൾ കേൾപ്പിച്ചാൽ മതി. പണിഷ്മെന്റ് എല്ലാ കോടിക്കണക്കിന് ആൾക്കാർ എല്ലാ ഏജിലും വരുന്നതാണ്ടാ. അതാണ് ചൈനക്കാര്. നടക്ക്. ഈ ഒരു സെക്ഷൻ തന്നെ ഇത്രയും പാടാണെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ ഒരു ഫുൾ ട്രെക്ക് പോലെയൊക്കെ ചെയ്യുന്നത്? ഒരു സെക്ഷൻ എന്ന് പറയാൻ ഫുൾ ഗ്രേറ്റ് വാൾ അല്ല, ഓരോ സെക്ഷൻ ആൾക്കാർ ഫുൾ ട്രെക്ക് ചെയ്യും. ഇറ്റ്സ് അമേസിങ്. എന്തൊരു കൂത്തിന്. ഇതൊരു 60-70 degree ഹോൾട്ടാണ്. സ്റ്റിൽ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. വാട്ട് മേക്സ് മീ മോർ അമേസ്ഡ് എന്താണെന്നറിയോ? നോക്ക് ബാക്കിൽ, ഇത് നോക്കിക്കേ, ഡാഡിയും മമ്മിയും വരുന്നു 70 degree ഇൻക്ലൈനിൽ. നിങ്ങൾക്ക് എന്താ വട്ടാണ് രണ്ടുപേർക്കും? സമ്മതിക്കണം കേട്ടാ. ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം വരെ കയറി, അത് തന്നെ ഇസ് ടയറിങ്. ബട്ട്
പീപ്പിൾ ആർ ക്ലൈംബിങ് സോ മെനി ഓഫ് ദീസ് സ്റ്റെപ്സ്. ഒരു ഹിസ്റ്റോറിക് സംഭവമാണ്. ചൈന വന്നു കഴിഞ്ഞാൽ എവിടെ വന്നാലും യു ഹാവ് ടു കം ടു ദ ഗ്രേറ്റ് വാൾ. തിരക്ക് നോക്ക്, ആൾക്കാർ എവിടെയൊക്കെ പോയി. സോ ഐ സ്റ്റിൽ കനോട്ട് കോംപ്ലിമെൻറ്റ് ഇവരെങ്ങനെയാണ് ഈ ഒരു സൈസിൽ ഈ ഒരു ടെറൈനിൽ പണിതിരിക്കുന്നതെന്ന്. ഇറ്റ് ഈസ് ജസ്റ്റ് അൺബിലീവബിൾ. ഷോ വെറുതെ അല്ല ആൾക്കാർ ഇത്രയും ടൈമും എഫേർട്ട് എടുത്ത് ഇവിടെ വരുന്നത്. നമുക്കൊന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് ദ ഫ്രാക്ഷനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അത് കാണുമ്പോൾ മനസ്സിലാവും വാട്ട് ഹ്യൂമൻസ് ആർ കേപ്പബിൾ ഓഫ്. ഡെഫിനറ്റ്ലി വാട്ട് ഹ്യൂമൻസ് ആർ കേപ്പബിൾ ഓഫ് എന്ന് മനസ്സിലാക്കും. എങ്ങനെ ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. അൺബിലീവബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഗൈസ്. സോ പയ്യെ ഇറങ്ങാം. ഡാഡി ആൻഡ് മമ്മി കാൻ ക്ലൈം. ഇത്രയും മുകളിലേക്കൊന്നും വരാൻ പറ്റില്ല, പ്രിയയ്ക്കും പറ്റില്ല എന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് ബെറ്റർ ഗോ ഡൗൺ. എനിക്ക് വീഡിയോസൊക്കെ എടുത്തു, വന്ന് ആസ്വദിച്ചു, കുറേ സാധനങ്ങൾ കണ്ടു. ഫീലിംഗ് ഓവർവെൽം അമേസിങ്. ഞാനിവർ വരുന്നില്ല എന്ന് പറഞ്ഞെടുത്തതും 3 പേരും കൂടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഇത് തലയ്ക്ക് സൂക്കേട് തന്നെയാ, ഒരു കാര്യമില്ലായിരുന്നു. എന്താ നിങ്ങൾക്ക് താഴെ നിന്നാ പോരായിരുന്നോ? ഇത്രേ ഉള്ളൂ. നീ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് വാൾ കയറിയിരിക്കുന്ന ആളാണിത്. ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തായാലും ഒരു ഇന്ത്യൻ എനിക്കൊന്ന് നീ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഗ്രേറ്റ് വാൾ കയറുന്നത്. My friends, I'm in the top of China Wall. തോന്നുന്നു വന്നിട്ട് I am proud of myself. 10 സ്റ്റെപ്പ് കയറിയനാ. അടിയിൽ കേബിൾ കാർ വന്ന് 10 സ്റ്റെപ്പ് കയറിയ പ്രൗഡ് ഓഫ് മൈ I സെൽഫ്. am so proud. ഞാൻ ചൈന വാൾ കയറി. നമ്മൾ ചൈന വാൾ വരെ വന്നത് വലിയ കാര്യമായി. ചൈന വാൾ വരെ കണ്ടത് വലിയൊരു കാര്യം. വീണ്ടും ഞാൻ പറയാം, മേ ബി ഒരു 1% ഫോറിനേഴ്സും അതിൽ 0.1% പോലും ഇന്ത്യൻസ് കാണില്ല ഈ ടൈമിൽ. ബാക്കിയൊക്കെ ചൈനീസ് ടൂറിസ്റ്റ്. ഇവരുടെ ഇടയിൽ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റിയത് ഒരു ഭയങ്കര സംഭവമായി. മതി, ഇനി അങ്ങോട്ട് കയറണ്ട, സെയിം തന്നെയാ. ഇവിടെ നിന്ന് ഒന്നും കൂടെ ഫൈനൽ വ്യൂ നോക്കിയിട്ട് ഇറങ്ങാം. ബാ. നോക്ക് പ്രിയ, ഇതൊക്കെ വന്മതില്ല. ഇതൊക്കെ നടക്കണോ അങ്ങനെ നടന്ന് അറ്റ റഷ്യൻ ബോർഡർ വരെ എത്തണോ? ചൈനയുടെ അടുത്താ റഷ്യ. ഇറങ്ങിയാലോ തിരിച്ച്? അല്ല വേണമെങ്കിൽ തിരിച്ച് താഴെ വരെ സ്റ്റെപ്സ് ഇറങ്ങാം. സ്റ്റീപ്പാണ് ഇത്. ആൾക്കാരെല്ലാവരും റിവേഴ്സിലാണ് ഇറങ്ങുന്നത്. വീഴാതെ താഴെ എത്തിയാൽ മതിയായിരുന്നു. കണ്ടോ, നല്ല സ്റ്റീപ്പാണിത്. നോക്ക്, ഇതുപോലെ ഇറങ്ങണം. ഇതൊക്കെ ശരിക്കും അഡ്വഞ്ചർ തന്നെയാണ്. ആരോഗ്യം മാത്രമല്ല, കുറച്ച് ധൈര്യം വേണം ഈ ഒരു ഏജിൽ കേട്ടോ. ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഡാഡി മമ്മിയുടെയാണ്. ഡാഡി തിരിഞ്ഞു വേണമെങ്കിൽ ഇറങ്ങിയാൽ എളുപ്പമായിരിക്കും. തിരിഞ്ഞിറങ്ങിയാൽ താഴെ വരെ എത്താം. പയ്യെ ഇറങ്ങിയാൽ മതിയാ. പോവാം. എന്തായി എക്സ്പീരിയൻസ്? അത് കുഴപ്പമില്ല, പയ്യെ പോവുള്ളൂ. ആ തുടക്കം മാത്രമേ ഉള്ളൂ സ്പീഡ്. എന്തായിരുന്നു ഗ്രേറ്റ് വാളിന്റെ എക്സ്പീരിയൻസ്? എന്ത് പോവാൻ പറ്റിയതാ? ഇവർക്ക് രണ്ടർക്കും ഓക്കെ. എന്താ അത് സത്യ. എന്തായിരുന്നു ഡാഡി എക്സ്പീരിയൻസ്? വേർത്തായിരുന്നോ? ഈ വയസ്സിൽ ഇതൊക്കെ ഇവിടൊക്കെ വരുമോ തൊട്ട് പ്രതീക്ഷിച്ചില്ല. ആ സത്യ. ഭയങ്കര ഭാഗ്യായി പോയില്ലേ? അല്ലെങ്കിൽ മിസ് ചെയ്തേനെ. അപ്പൊ ഇന്ന് അത് ഭയങ്കര സന്തോഷം. നമ്മള് ചൈന വരുമ്പോ ആദ്യമേ പ്ലാൻ ചെയ്ത ഗ്രേറ്റ് വാളും ഡിസ്നിലാൻഡ് രണ്ടും ചെയ്യാൻ പറ്റി. ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളോട് അവിടെ നിക്കാൻ പറയായിരുന്നു. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ വട്ടാണോ ഞാൻ ചോദിക്കോ? പ്രിയ എന്നാലും അത് നാണക്കേടൊന്നും ഇല്ല. അതെ, അത് സംഭവിച്ചു കേട്ടാ. ഞാൻ അത് 60 ഡിഗ്രിയാ സ്റ്റീപ്പ്. അത് ഏറ്റവും വണത്തെ സ്റ്റീപ്പർ സെഷനാണ്. ടവർ 7 to ടവർ 8 പോകുന്നത്. എന്തായാലും അടിപൊളി. ഇനി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അല്ലേ? നന്നായി കഴിക്കാം. ഡൺ.